ആ യൂട്യൂബ് ചാനല് ഞാൻ അമ്നുവിന് കൊടുക്കാം. അവളാണെങ്കിൽ അമ്നു ആണെങ്കിൽ പറയും ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ലിറ്റിൽ ബത്തലു ഫാമിലിക്ക് സ്വാഗതം പറയും. ഫാമിലി സ്വാഗതം. ഹലോ കൂട്ടുകാരെ, ലിറ്റിൽ ബത്തുലു ആൻഡ് ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ബത്തുലുവിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് വീഡിയോ ആണ്. രാവിലെ ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ബത്തുലു ഇന്ന് ഏകദേശം ഒരു 250 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. ആ യാത്രയിലെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോകളെല്ലാം ഞങ്ങൾക്കിപ്പോൾ എടുത്തു തരുന്നത് 4 വീൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഹോൾഡർ കൂടിയായ ബത്തുലുവിന്റെ ഉമ്മച്ചിയാണ്. അന്ന് കറക്കുവോ? ഏത് ബത്തുലുവിന്റെ ഉമ്മച്ചിക്ക് ഒരു ആഗ്രഹം, നേരെ പോകുന്ന റോട്ടിൽ ആ സ്റ്റിയറിംഗ് വീൽ ഒന്ന് വട്ടത്തിൽ കറക്കണമെന്ന്. എന്താ ചെയ്യ? വിരുന്ന് പോയ ബത്തുലുവിന്റെ ഉമ്മാന്റെ വീട്ടിൽ നിന്ന് ബത്തുലുവിന്റെ യെല്ലോ കമ്പയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യെല്ലോ കമ്പയിൽ എത്തിയതും ബത്തുലു കോസ്റ്റ്യൂം എല്ലാം മാറ്റി അടുത്തത് പോകുന്നത് ബത്തുലുവിന്റെ അമ്മയുടെ വീട്ടിലോട്ടാണ്. കൊണ്ട് എയർപോർട്ടിൽ പോവാണ്. ആരാ വരുന്നത്? എയർപോർട്ടിൽ ആരാ വരുന്നത്? എയർപോർട്ടിൽ ആരാ വരുന്നത്? ദുബായിന്ന് കുഞ്ചാത്തന്റെ വാപ്പയോ? അമ്പടാ, ഞാൻ പോവാണ്. കേട്ടില്ലല്ലോ. ഒന്നുമൊക്കെ വരാ, അടുത്ത വണ്ടിക്ക് വാപ്പാന്റെ കൂടെ വണ്ടിയിൽ വരാ. എല്ലേ ഞാൻ സ്കൂട്ടിയിൽ, പിന്നെ നീ വാപ്പിച്ച കാറിൽ കയറ്റില്ല പറഞ്ഞില്ലേ? ഞങ്ങള് സ്കൂട്ടിയിൽ വരാം. ഞങ്ങളുടെ എല്ലാരും ടാറ്റ കൊടുക്ക്, എല്ലാരും ടാറ്റ കൊടുക്ക്, ടാറ്റ കൊടുക്ക്. അവിടെ ഉണ്ട്, ഞങ്ങൾ സ്കൂട്ടിയിൽ ശരി, വിളിക്കാട്ടോ. അമ്മ വിളിക്കാം. ടാറ്റ, സ്റ്റാൻഡ്. അങ്ങനെ യെല്ലോ കമ്പിയിൽ എല്ലാവർക്കും യാത്ര പറഞ്ഞ് ബത്തുലുവിന്റെ വാപ്പച്ചി നേരെ അമ്മയുടെ വീട്ടിലോട്ട് പോവാണ്. കൊച്ചുമ്പാച്ചി ഇങ്ങനെ എല്ലോ കൊച്ചുമ്പാച്ചി ഇല്ല നമ്മുടെ വീട്ടിന്റെ കളറ് റോഡ് വന്നിട്ട് പറന്നു പോണു. കൊച്ചു പൂമ്പാറ്റ വന്നിട്ട് പറന്നു പോയാ? ഇങ്ങനെ നോക്കിനൊപ്പം കൊച്ചുമ്പാറ്റ എന്നെ കണ്ടിട്ടാണ് പോയത്. കണ്ടിട്ടാണോ പോയത്? ഇതെന്താ അറിയോ? കൊച്ചുമ്പാറ്റന്റെ പുഡിങ് വേണം പറഞ്ഞിട്ട് കൊച്ചുമ്പാറ്റന്റെ പുഡിങ് ചിച്ചുവായി. കൊച്ചുമ്പാറ്റ പുഡിങ് ഇഷ്ടമായോ? ശരി, ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. ഇങ്ങനെ എടുത്തിട്ടില്ലേ? ചോറ് കൊടുക്കാൻ തോന്നുന്നു, പാപ്പ് കൊടുക്കാൻ തോന്നുന്നു, തേന് കൊടുക്കാൻ തോന്നുന്നു, കൊടുക്കാൻ തോന്നുന്നു. അങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞ് ബത്തുലുവിന്റെ അമ്മായിയുടെ വീട് എത്താനായി. വേറെ ആരുമല്ല, ബത്തുലുവിന്റെ കുഞ്ഞത്താത്തമാരും അജുക്കയാണ് ആ നിൽക്കുന്നത്. ആരൊക്കെയത്? ലിഫ്റ്റ് വേണോ നിങ്ങക്ക്? ബത്തുലു ലിഫ്റ്റ് വേണത്രേ, കൊടുക്കണോ? കൊടുക്കണ്ടെന്നാ നിന്റെ കുഞ്ഞത്താത്ത അല്ല സംഭവം. മക്കനെ കിട്ടും മനസ്സിലായില്ല തോന്നുന്നു. നമ്മുടെ കുഞ്ഞത്താത്തമാര് കേറി പറ, ബാ പറ. അതാ ബത്തുലു ആകെ അന്തം വിട്ടോ. അജു എണ്ണ കണ്ടിട്ടാണ്. കേറി കേറി. ആ ബാക്കിലും. ഓ എന്നോട് മുന്നിലിരുന്നോ? തുറക്ക, ഇത് കൂടെ തുറക്കട്ടെ വേണേ. തുറന്നു കൊടുക്കണോ ബത്തുലു? തുറന്നു കൊടുക്കണം. അവള് കെട്ടിപ്പിടിക്കണ്ട, അവള് ഛർദിച്ചിരിക്കാണ്. അങ്ങനെ ഒരു ഭാഗത്തിരുന്നു. ഇപ്പൊ നമ്മൾ പോയിട്ട് സംഭവം എന്താണെന്ന് അറിയില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം കഴിഞ്ഞതും ബത്തുലു കാറിലിരുന്ന് ഛർദിക്കാൻ തുടങ്ങി. അങ്ങനെ ബത്തുലുവിന്റെ ഡ്രസ്സ് മുഴുവൻ അഴുക്കായിട്ടുണ്ടായിരുന്നു. അമ്മായിയുടെ വീട്ടിൽ പോയതും കുഞ്ഞത്താത്തന്റെ വേറൊരു ഉടുപ്പിട്ടിട്ടാണ് ഇന്ന് എയർപോർട്ടിലോട്ട് പോവാൻ നിൽക്കുന്നത്. അമ്മ കഴിക്കാണ് ബത്തുലു. തിരിച്ചിങ്ങോട്ട് വരിക. ചോറും മീൻ പൊരിച്ചതും ബത്തുലുവിന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാന്നാണ് ബത്തുലു പറയുന്നത്. മീമിയോ? അല്ലാണ്ട് ചോറുണ്ടാ? ബത്തുലും ബത്തുലിന്റെ കുഞ്ഞത്താത്തമാരും അജൂക്കയും അമ്മായും ബത്തുലിന്റെ വാപ്പച്ചിയും എല്ലാവരും എയർപോർട്ടിൽ പോകാൻ റെഡിയായി. ബത്തുലു ആർക്ക് കൊടുക്കാനാടാ? വാപ്പച്ചിക്കല്ല, കമർമാമ്മക്ക്. വാപ്പാനെ കാണുന്ന സമയത്ത് കൊടുക്കാൻ വേണ്ടി മിനമോൾ ഉണ്ടാക്കിയ ബൊക്കെയാണ് ഈ സംഭവം. അങ്ങനെ ഞങ്ങൾ വീടെല്ലാം പൂട്ടി യാത്ര തുടർന്നു. ഇല്ലുമിനാറ്റി പാട്ട് വെച്ചിട്ടും വെട്ടിയിട്ട ബായത്തണ്ട് പോലെ എന്റെ ബത്തിലൂടെ കിടക്കണ കണ്ട. വേറൊന്നുമല്ല, ആള് പിന്നെയും ഒരു വട്ടം കൂടി ഛർദിച്ചു.
ഇന്ന് ബത്തുലുവിന്റെ വയറ്റിന് എന്തോ ഒരു പ്രശ്നം പറ്റിപ്പോയി. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നല്ലൊരു ബ്ലോക്കും കിട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ബത്തുലു ഓക്കെ ആയി, എല്ലാവരുടെയും കൂടെ ഡാൻസ് കളിക്കാനൊക്കെ പോകാൻ റെഡിയായി. അങ്ങനെ ഏകദേശം ഒരു 3-3.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ടിലെത്തി. എയർപോർട്ടുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കാണാനൊരു താല്പര്യം ഉണ്ടാവും. പക്ഷെ കോഴിക്കോട് എയർപോർട്ടിന്റെ അവസ്ഥ അങ്ങനെയല്ല. ശോകം, വെറും ശോകം. ഫ്ലൈറ്റ് ഓൺ ടൈമിനായിരുന്നു. പിന്നെ ഞങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് കൃത്യം ഫ്ലൈറ്റ് ലാൻഡ് ആയ സമയത്ത് തന്നെയാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അതുകൊണ്ട് കൂടുതൽ നേരം ഞങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. എന്തായാലും ബത്തുലും കുഞ്ഞുതാത്തമാരെ എല്ലാവരും വന്നിരിക്കുന്ന കമറുമാമനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ത്, ഇതിലും വലിയ വണ്ടി വരെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ബത്തുലുവിന്റെ ഈ ട്രോളി എടുത്തുള്ള വരവ്. സമയം ഏകദേശം 3:30 ആയി കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. എങ്കിലും എല്ലാവർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷെ 3:30 ആയതുകൊണ്ട് തന്നെ ഒരു ഭക്ഷണം കിട്ടാനുള്ള ഒരു ഹോട്ടൽ തപ്പിയാണ് ഞങ്ങൾ അവസാനം ഈ കഫേ റെസ്റ്റോറന്റിൽ വണ്ടി നിർത്തിയത്. സാധാരണ പുറത്തു പോകുന്ന സമയത്ത് ബത്തുലുവിന്റെ ഉമ്മച്ചിയാണ് കൃത്യമായി ബത്തുലുവിന് ഭക്ഷണം കൊടുക്കാറുള്ളത്. ഇന്ന് ആ ഡ്യൂട്ടി വാപ്പച്ചിക്കാണ്. ബത്തുലുവിന്റെ വയറിന് ഓൾറെഡി കുഴപ്പമുള്ളത് കൊണ്ട് ബത്തുലുവിന്റെ വാപ്പച്ചി ഊണാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാവരും ബിരിയാണിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗിലാണ്. ബത്തുലുവിനും വാപ്പച്ചിക്കാണ് ആദ്യം ഭക്ഷണം കിട്ടിയത്. സമയം ഇത്ര ആയതുകൊണ്ട് തന്നെ കറികളെല്ലാം ഇത്തിരി ഷോർട്ടാണെന്ന് അവർ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഉള്ള കറികളെല്ലാം അവർ നമുക്ക് വിളമ്പി തന്നു. എന്നിട്ടും പായസവും ഉപ്പേരികളും എല്ലാം ഉണ്ടായിരുന്നു. ബത്തുലു കൈവച്ചതേ ഉള്ളൂ, പക്ഷെ ബത്തുലിന് ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും അവർക്കുള്ള ബിരിയാണി എത്തി. ബിരിയാണി കുറച്ച് കൊടുക്കാന്ന് നോക്കി, അതും കഴിച്ചില്ല. ഊണാണെങ്കിലും ബിരിയാണി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതും പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഞങ്ങളുടെ അടുത്ത ഉദ്ദേശം എത്രയും പെട്ടെന്ന് വീടെത്തുക എന്ന് മാത്രമായിരുന്നു. വീട് എത്താത്ത ഞങ്ങൾക്ക് നല്ലൊരു മഴ കിട്ടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുപോലൊരു മഴ പെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. പക്ഷെ അതിനിടയ്ക്കും വേറൊരു കാര്യം സംഭവിച്ചു. ഹോട്ടലിൽ നിന്ന് കഴിച്ച കുറച്ച് ചോറും കുറച്ച് ബിരിയാണി അതും ബത്തുലു ഛർദ്ദിച്ച് കളഞ്ഞു. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ ചെന്നത് കുഞ്ഞുതാത്തമാരുടെ തറവാട്ടിലോട്ടായിരുന്നു. ഇത്രയും തവണ ഛർദ്ദിച്ചതുകൊണ്ട് തന്നെ ആളുടെ വയറ്റിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ചെറിയ പഴമൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 8:30 തുടങ്ങിയ ബത്തുലുവിന്റെ കാർ യാത്രയാണ്. ഇത്രയും സ്ഥലത്തെല്ലാം ചുറ്റിക്കറങ്ങി അവസാനം 6:30 ആയപ്പോഴാണ് ബത്തുലു തിരിച്ചു വീടെത്തിയത്. അപ്പൊ എന്തായാലും ബത്തുലുവിന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യേണ്ടതാണ്. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, ബൈ. വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ വീണ്ടും കാണാം.